ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഹാപ്പി ഓണം. എല്ലാവർക്കും ഇന്ന് തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ ഒരുക്കത്തിലായിരിക്കും. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ വെച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സദ്യ എല്ലാം വച്ച് കഴിഞ്ഞു കുളിച്ചിട്ട് എനിക്കൊരു പുതിയ നൈറ്റിയൊക്കെ കിട്ടി ഞാൻ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് വേഷമോ എന്ത് കോലമൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി 12 മണി ആവാറായി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് ഇൻട്രോ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ഒരു ഹാപ്പി ഓണം നേരുന്നു. ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് അടിച്ചു പൊളിച്ച് സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ വിട്ട് ഏമ്പക്കം വിട്ട് സുഖമായിട്ട് പുറത്തൊക്കെ പോയി എല്ലായിടും ഒന്ന് എൻജോയ് ചെയ്ത് കാണുക. നമുക്കന്ന് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ പിള്ളേർ മാത്രമല്ല. അപ്പം ഞങ്ങളങ്ങനെ ഒരിടം പോകത്തില്ല. ഒരു മൂഡില്ല. പക്ഷേ എൻ്റെ വീഡിയോ ഞാനൊരു ചെറിയൊരു യൂട്യൂബർ ആയില്ലേ, അതുകൊണ്ടിട്ട് വീട്ടിൽ നിന്നെങ്കിലും ഒരു ഇതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാം ഒതുക്കി രാവിലെ അടുക്കളയിൽ കയറിയതാണ്. എല്ലാ പണിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഇറങ്ങി. രാവിലെ മോള് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അത്തപ്പൂക്കളൊന്നും ഇപ്രാവശ്യം ഇട്ടില്ല, ഇടാൻ പറ്റിയില്ല. അത്തപ്പൂക്കളൊന്നും ഇടാൻ പറ്റാത്ത സാഹചര്യം. അപ്പം ഇനിയാണ് നമുക്ക് അടുക്കളയിലോട്ട് മറ്റുള്ള കാര്യങ്ങളായിട്ട് കിടക്കുമ്പോൾ കാണിച്ചു തരാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള വഴിയേ കാണിച്ചു തരാം കേട്ടോ. ഓണസദ്യ വെച്ച അടുക്കളയാണ്. ഞാൻ എല്ലാം ഒതുക്കി വൃത്തിയാക്കി ഉള്ളത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാം അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം തൊട്ട് മറ്റുള്ള കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് പായസം, പപ്പടം, ചോറ്, ഇത് പാല്. അപ്പോൾ എല്ലാ പണികളും ഇനി ലാസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പം കഴിച്ചത് ഞങ്ങൾ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പം നേദിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് വീഡിയോ എടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റണതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ. ഗൈസ്, അപ്പം ഞങ്ങൾ ഒരുങ്ങി. ഇതാണ് ഞങ്ങളുടെ വേഷം. ഒരാൾക്ക് വേഷമൊന്നുമില്ല. അവർ ഫോട്ടോ എടുക്കാനായിട്ട് നെറ്റിലിരിക്കുകയാണ്. അവരെ കൊച്ചുമോളത് ആദ്യമായിട്ട് സെറ്റ് മുണ്ട കൊടുത്തിരിക്കുന്നു. അപ്പം ഞാനും സെറ്റ് മുണ്ടിൽ തന്നെയാണ്. എൻ്റെ വേഷം ഇതാണ്. എൻ്റെ ഓണക്കോടി ഇതാണ്. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? കൊള്ളാവോ ഗൈസ്? അപ്പം ഞങ്ങൾ ഇനി മേലാണ് സദ്യ കഴിക്കാൻ പോണത്. സദ്യ കഴിച്ചു തുടങ്ങി. ഓണസദ്യ കഴിക്കാനായിട്ട് പുള്ളിക്കാരത്തി ആദ്യമായിട്ടാണ് മുണ്ട് നേരിയത് കൊടുത്തിരിക്കുന്നത്. നേരത്തെയും പറഞ്ഞ് അതാണ്. അതെല്ലാം കൂടി കഴിക്കുക. അവരൊക്കെ കഴിക്കുന്നു. ഗ്ലാസ്സിൽ പായസം വെച്ചിട്ടുണ്ട്. സച്ചു ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഇങ്ങോട്ട് നോക്കി പറ. അങ്ങനെ തിരിയുണ്ട്. ഞങ്ങളങ്ങനെ ഓണസദ്യ കഴിക്കുകയാണ്. ഇല മടക്കണേറ്റ രീതിയും പറഞ്ഞുതരാം. പറഞ്ഞോട്. നമ്മൾ ഒരിടത്ത് സദ്യ കഴിക്കാൻ പോയാൽ ഇത് കഴിച്ചതിന് ശേഷം ഇലത ഇങ്ങനെ മടക്കിയ നമുക്ക് ആഹാരം ഇഷ്ടപ്പെട്ടില്ല. തിരിച്ച് ഇങ്ങനെ മടക്കിയാൽ നമുക്ക് അവർ തരുന്ന അന്നം നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇല മടക്കി കൊടുക്കുന്നത്. മറ്റത് തിരിച്ച് മടക്കിയാൽ നിങ്ങൾ ആഹാരം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് സദ്യയെല്ലാം കഴിച്ച് ഇലയൊക്കെ മടക്കി ഒരാളവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ. പായസം കഴിച്ചതിന് ശേഷമാണ് അവിടെ ചോറ് കഴിക്കുന്നത് ഗൈസ്. ഓണാഘോഷം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഓണപ്പരിപാടി. വേഷമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? അയ്യോ, ഭക്ഷണം കഴിയുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് കഴിക്കുക. അത് എവിടെയായിരുന്നാലും, വീടായിരുന്നാലും കടയായിരുന്നാലും എല്ലാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു ഓണാഘോഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോ. പിന്നെ ഇനി ഞങ്ങൾ കുറച്ച്
തന്നെത്താനെയുള്ള കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ.